നമ്മളുള്ളത് മാൾട്ടയിലെ സ്ലീമ ബീച്ചിലാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നമ്മൾ ഇന്ന് കാണിച്ചു തരാം. അപ്പോൾ മാൾട്ടയുടെ ബീച്ചും കാര്യങ്ങളും ഇവിടുത്തെ ഒരു രീതിയും ആളുകൾ നോർവേയിൽ നിന്നും ഡെൻമാർക്കിൽ നിന്നും പല ഷെങ്കൻ കൺട്രീസിൽ നിന്നും ഇവിടെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാണ്, അതുകൊണ്ട് വെയിൽ കൊള്ളാൻ വരുന്നതും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത്. മാൾട്ടയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്പോട്ടാണ് സെൻറ്റ് ജൂലിയൻസ്, സ്ലീമ, മെലീഹ, ഇങ്ങനത്തെ ഉള്ള കുറച്ച് സ്പോട്ട്. അതുപോലെ മെലീഹയിലും അതുപോലെ സ്ലീമയിലും ഒക്കെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് ഇവിടെ വരുമ്പോൾ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു വെയിൽ കൊള്ളാനൊക്കെ ഇവിടെ വന്ന് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. വെയിൽ കൊള്ളാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് വെച്ച് ബാക്കിയുള്ള ഒരു കൺട്രീസിലെ ക്ലൈമറ്റ് എപ്പോഴും സ്നോഫാളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇവിടെ സ്നോഫാൾ ഇല്ല, ഇവിടെ നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ വെയിൽ കൊള്ളാനും ഞാൻ വെയിൽ കൊള്ളാൻ വന്നതാണ്. നല്ല തണുപ്പാകും. മാൾട്ടയിലെ തണുപ്പ് പോലും എനിക്ക് പിടിച്ചില്ല, അതുകൊണ്ട് സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയി പോയി. അതുകൊണ്ട് വെയിൽ കൊണ്ട് ഇരിക്കുന്നത് വളരെ നല്ലൊരു തീരുമാനമായിരിക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻസ് അഥവാ മലയാളീസ് അപ്പൊ ഇങ്ങനെ വന്ന് ഇവിടെ ബീച്ചിലൊക്കെ ഇപ്പൊ ഷോർട്സ് ഒക്കെ ഇട്ട് കിടന്നിട്ട് നമ്മളിപ്പോ രണ്ട് പിക്ക് എല്ലാവരും ഇവിടെ പിക്കൊക്കെ എടുക്കണതാണ് കേട്ടോ, ഫോട്ടോസ് ഒക്കെ എടുക്കും. നമ്മൾ പിക്ക് എടുത്തിട്ട് സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വ്യൂവേഴ്സിനകത്ത് സദാചാരം ഉണ്ടാവും. പക്ഷെ ഇവിടെ പബ്ലിക്കിലില്ല, നമ്മുടെ സ്റ്റോറി കാണുന്ന വ്യൂവേഴ്സിൽ സദാചാരം ഉണ്ടാവും. അതുപോലെ തന്നെ അവർ നോക്കിയിട്ട് അയ്യോ ഇതെന്താ ഇവൻ ഇങ്ങനെ മോശാട്ടോ, നമ്മൾ മലയാളികൾ അങ്ങനെയൊക്കെ പറയും. നമ്മൾ മൈൻഡ് ചെയ്തത് എൻജോയ് യുവർ സെൽഫ്. പല മനോഹരമായ ബീച്ച് ഷോറാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും വെള്ളത്തിൽ ചാടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നതെന്ന്. പക്ഷേ അല്ല, വെള്ളത്തിൽ ചാടാൻ വേണ്ടിയിട്ടല്ല, കാണാൻ വേണ്ടിയിട്ടാണ്, വെയിൽ കൊള്ളാൻ മാത്രം വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. വെള്ളത്തിൽ ചാടിയിട്ട് എങ്ങാനും നീന്താൻ അറിയാൻ പറ്റാണ്ട് മുങ്ങിപ്പോയാണ്ടല്ലോ ഇറ്റലിയിലോ അവിടെ എങ്ങാനും പോകും. അതുകൊണ്ട് വേണ്ട. സ്വിമ്മിങ് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ ഈ മാൾട്ടയിലൊക്കെ വന്നാൽ ബീച്ചിൽ ഇറങ്ങാൻ പറ്റുമോ എന്ന് കുറെ പേർക്ക് സംശയമാണ് കേട്ടോ. സ്വിമ്മിങ് എല്ലാവർക്കും അറിയത്തില്ല, പ്രത്യേകിച്ച് കടലില്. അതുകൊണ്ട് തന്നെ ഈ പുറമേ നിന്ന് തന്നെ ഒരുപാട് പേര് സ്വിമ്മിങ്ങിന് മാത്രമല്ല ഇവിടെ വെയിൽ കൊള്ളാൻ പറഞ്ഞാൽ ബീച്ചിൽ കിടക്കാനും വെയിൽ കൊള്ളാനും വരും. കൂടാണ്ട് സ്വിമ്മിങ്ങിന് വേണ്ടി നമ്മുടെ മാൾട്ടയില് കുറച്ച് ഇത് പ്രകൃതിയുടെ പ്രതിഭാസമാണെന്ന് തോന്നുന്നു. എന്നാലും കുറച്ച് ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതേമാതിരി എളുപ്പത്തിൽ നീന്തലല്ല, നമുക്ക് വെള്ളത്തിലൊക്കെ കിടക്കണം എന്നുണ്ടെങ്കിൽ, നീന്തൽ അറിയാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് അതിനകത്ത് കിടക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇതാണ് കടൽ. ഈ കടലിൽ നിന്ന് ഇങ്ങനെ കയറി വന്നിട്ട് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്, സ്വിമ്മിംഗ് പൂളൊക്കെ പോലെ ഫീൽ ചെയ്യും. ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇറങ്ങാം, വലിയ പ്രശ്നമില്ല. ഇവിടെ ഇറങ്ങി ആ കെട്ടിയിട്ടാണ് ഇത്രയും ഭാഗം പാറ ഇവിടെ ഗ്യാപ്പിൽ എത്രയും ഭാഗം ഇറങ്ങി നമുക്ക് നീന്തലൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരുപാട് ഇപ്പോഴ സീസണായി തുടങ്ങി, വീണ്ടും ആൾക്കാരൊക്കെ ഒരുപാട് പേര് വന്ന് തുടങ്ങണേ ഉള്ളൂ. ഇവിടെയൊക്കെ ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം, പ്രശ്നങ്ങളൊന്നുമില്ല. നേരെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാലാണ് നീന്തൽ അറിയാവുന്നതൊക്കെ കുഴപ്പമില്ല കേട്ടോ. ഇവിടുത്തെ ബീച്ചിന്റെ ഒരു രീതി ഇങ്ങനെയാണ്. നമ്മുടെ നാട്ടിലെ മാതിരി മണല് അങ്ങനത്തെ സെറ്റപ്പ് ഇവിടെ ഇല്ല. ഇവിടെ ഇങ്ങനത്തെ ഒരു പാറ ബീച്ച് അങ്ങനത്തെ ഒരു ഇതാണ്. നമുക്ക് ഒരുപാട് ആൾക്കാരെ കാണാനൊക്കെ പറ്റും. ഇപ്പൊ കുറവാണ്, അങ്ങേറ്റത്തൊക്കെ ഒരുപാട് പേരുണ്ട്. മാൾട്ട വിസിറ്റ് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഇവിടുത്തെ ബീച്ചുകളൊക്കെയാണ്. ബീച്ചുകള്, പബ്ബുകള്, നമുക്കിവിടെ പ്രൈവസി ആയിട്ട് ആൾക്കാർക്ക് വന്ന് ഇവിടെ കിടക്കാം, ബീച്ചിൽ കിടക്കാം. നമ്മുടെ നാട്ടിലൊക്കെ ഒരു നിക്കറിട്ട് വന്ന് ബീച്ചിൽ കിടന്നു കഴിഞ്ഞാൽ ആൾക്കാർ സദാചാരം തുടങ്ങും. അയ്യോ അവൻ കണ്ടോ ഇങ്ങനെ കണ്ടോ, അവള് കണ്ടോ ഇങ്ങനെ കണ്ടോ. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ. നമുക്ക് ബീച്ചിൽ പോയിട്ട് വെയിൽ കൊള്ളണം. അപ്പൊ തണുപ്പുള്ള സീസണൊക്കെ മാറുമ്പോൾ സ്കിന്നിനൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ അങ്ങനെ വെയിൽ കൊള്ളാനൊക്കെ ഇഷ്ടംപോലെ പേര് ഇവിടെ വന്ന് കിടക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു പ്രശ്നമില്ല. ഇവിടെ സദാചാരമില്ല. സദാചാരം നമ്മുടെ നാട്ടിലുള്ളൂ, വേറെ എവിടെ ഇല്ലല്ലോ. ഇവിടെ പല തരത്തിലുള്ള ഏരിയ ഉണ്ട്. വലിയ ഫ്ലാറ്റുള്ള ഏരിയാസ് ഉണ്ട്, ഏറ്റവും ദുർബലരായ ഏരിയാസ് ഉണ്ട്. അതായത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂരാണോ അതോ ചേരിപ്രദേശമാണോ എന്ന് അറിയാൻ പറ്റാത്ത കുറച്ച് ഏരിയകളുണ്ട്. എന്നാലും ഈ സെന്റ് ജൂലിയൻസ്, സ്ലീമ അങ്ങനെയുള്ള സ്ഥലത്ത്, അതുപോലെ തന്നെ മിനിയോ അങ്ങനെയുള്ള സ്ഥലത്ത് ഒരുപാട് ആൾക്കാർ നമുക്ക് കാണാം. ഒരുപാട് നല്ല ടൂറിസ്റ്റ് സെറ്റപ്പ് ഒക്കെ കാണാൻ പറ്റും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. എല്ലാ തരത്തിലുള്ള വൈബും നമുക്കിവിടെ കാണാം. ഇതാണ് ഇവിടുത്തെ ബീച്ച് ഷോറ്. അത്യാവശ്യം ഇന്ന് ആൾക്കാർ കുറവാണ്. വർക്കിംഗ് ഡേയ്സിലൊക്കെ ആൾക്കാർ കുറവായിരിക്കും, എന്നാൽ സൺഡേസിലൊക്കെ ഫുള്ള് ആൾക്കാരായിരിക്കും. പിന്നെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ പാമ്പില്ല, കാക്കയില്ല, അങ്ങനെ കുറെ ജന്തുക്കളില്ല. പക്ഷെ എല്ലാവരും എന്നോട് പറഞ്ഞ എങ്ങനെയാ. പക്ഷെ ഞാൻ ഇപ്പൊ ഒരു അരണേനെ കണ്ടു. അരണ ഇല്ലായൊന്നുമില്ല, ഉണ്ട്. പിന്നെ കടൽ തീരത്ത് ഞണ്ടുണ്ട്. ഞാൻ അരണേനെ കണ്ടു, ഭയങ്കര എക്സൈറ്റഡ്. അപ്പൊ നമ്മള് നാട്ടിലൊക്കെ ആകുമ്പോ എന്തിനും ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അതിന്റെ ഇത് താഴെ ഇട്ട് കഴിഞ്ഞാൽ ഉറുമ്പായിരിക്കൂലേ. ഇവിടെ ഉറുമ്പായിരിക്കൂല, ഇവിടെ ഉറുമ്പില്ല. ഇവിടെ കുറെ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ ഏരിയാസ്. അടിപൊളിയാട്ടോ. ഈ പാറപ്പുറത്തൊക്കെ നമുക്ക് വന്നിരിക്കാം.
നമുക്ക് ഏറ്റവും കൂടുതൽ പ്രൈവസിയോട് കൂടി ഇവിടെ വന്ന് വെയിൽ കൊള്ളാം, എക്സസൈസ് ചെയ്യാം, ഒന്നിനും ഒരു പ്രശ്നമില്ല. നല്ലൊരു ഏരിയ ആണ്, നല്ലൊരു ഏരിയ. പക്ഷെ മഴക്കാലത്ത് വഴുതി കിടക്കും, ആ ഒരു പ്രശ്നമുണ്ട്. മഴക്കാലത്ത് തെന്നി അടിച്ച് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളമുള്ള സമയത്തൊക്കെ വരുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ്. ഇതാണ് കേട്ടോ ഇതിൽ കൂടെ കാണിക്കുന്ന സ്ഥലം. ഇതിൽ കൂടെ നമുക്ക് നടന്ന് നോക്കെല്ലാം കാണാം. ഞാൻ പറഞ്ഞ മാതിരി നീന്തലറിയാത്ത ആൾക്കാർക്ക്, നീന്തലറിയാത്തവർക്ക് വേണ്ടി വെച്ചേക്കണതല്ല, ഇതൊരു പ്രകൃതിയുടെ ഒരു പ്രകൃതിയല്ല, നീന്തലറിയാത്തവർക്ക് വേണ്ടി വെച്ചേക്കണ സാധനമല്ല. ഇത് ഇങ്ങനെയാണ്. ഇവിടെ കുറച്ച് ഏരിയ കടലിലോട്ട് കയറിയിട്ട് പാറയോട് ചേർന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ട്. കുറച്ച് അടിയൊഴുക്കൊന്നും ഇല്ലാത്തൊരു ഏരിയ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ഏരിയ ഉണ്ടോ, ഇവിടെ നമുക്ക് ഇറങ്ങാനും നീന്താനൊക്കെ പറ്റും. പക്ഷെ ആ ഒരു കല്ല് കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കടലാണ്. നല്ല എക്സ്പെർട്ടായിട്ട് നീന്തലറിയാവുന്നവർക്ക് മാത്രം ചാടാൻ നീന്താം. ഒരുപാട് പേര് ഇവിടെ നിന്ന് അപ്പുറത്തെ ദ്വീപ് ഉണ്ടോ, അപ്പുറത്തെ ദ്വീപിൽ നിന്ന് ഇവിടെ വരെ നീന്തി തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷെ സംബന്ധിച്ച് നല്ല എക്സ്പെർട്ടായിട്ട് ഞാൻ കാണിച്ചു തരാം, നല്ല ഏരിയാസ് കാണിച്ചു തരാം. അതുപോലെ ഒരുപാട് പേര് വെയിലോളം വന്നിരിക്കുന്ന ഇതും കാണിച്ചു തരാം. നമുക്കിത് കാണിച്ചതിന് ഒരു മര്യാദ ഇല്ലേ, നമുക്ക് അവിടെ പോയി ക്യാമറ പിടിച്ച് തരാൻ പറ്റത്തില്ല. എന്നാലും കുഴപ്പമില്ല കേട്ടോ, നമ്മുടെ നാട് പോലെയല്ല. ഇപ്പോൾ ക്യാമറ കൊണ്ടാ കാണിച്ചാലും അവർക്കൊരു പ്രശ്നമൊന്നുമില്ല. അതൊക്കെ ഇവിടെ പബ്ലിക്സിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും ചില്ലാണ്. കണ്ടോ, ഇതൊക്കെയാണ് ഇവിടുത്തെ പാറപ്പുറവും കാര്യങ്ങളൊക്കെ. ഒരുപാട് പേരുണ്ട് കേട്ടോ, ഒരുപാട് പേര് വെയിലുള്ളതിനൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് വെയിലുള്ളതിനൊക്കെ വന്ന് കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് അങ്ങനെ പ്രശ്നമില്ല, വേറെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇതാണ് ശ്രീമ ബീച്ച്, ശ്രീമ പാർക്ക് ഉണ്ട്, വലിയ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വൈബാട്ടോ, അത്യാവശ്യം എൻജോയ്മെന്റ് ചെയ്യാനുള്ള സ്ഥലമാണ്. ഇപ്പൊ മാൾട്ടയിൽ എല്ലാവർക്കും വരിക, വിസിറ്റ് ചെയ്യുക.